ഹലോ കൂട്ടുകാരെ. അങ്ങനെ മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണമോളുടെ വിഷമം കണ്ടിട്ട് ആ വലിയ രഹസ്യം ബാലചന്ദ്രൻ കൃഷ്ണമോളോട് പറയുന്നുണ്ട് കേട്ടോ. അതുവരെ കൃഷ്ണമോൾ വിചാരിച്ചിരുന്നത് അലീന പോയ അച്ഛൻ്റെയും അമ്മയുടെയും വഴക്ക് തീരുമെന്നാണ്. അതിൻ്റെ ഒരു അകൽച്ച കൃഷ്ണമോൾ അലീനോട് കാണിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പോയാൽ ശരിയാവില്ലെന്ന് ബാലേന്ദ്രനും തോന്നി തുടങ്ങി. അങ്ങനെയാണ് കേട്ടോ കൃഷ്ണമോളോട് ആ വലിയ രഹസ്യം പറയുന്നത്. കൃഷ്ണമോളുടെ പ്രായമൊക്കെ കണക്കിലെടുത്ത് ഒരു കഥ രൂപത്തിലാണ് കേട്ടോ ബാലേന്ദ്രൻ ഇത് അവതരിപ്പിക്കുന്നത്. സത്യങ്ങൾ അറിഞ്ഞതും വിശ്വസിക്കാനാവാതെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ കൃഷ്ണമോള്. അവസാനം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അച്ഛൻ കള്ളു കുടിച്ചിട്ടല്ല മോളെ അച്ഛൻ്റെ ഹൃദയം തകർന്നത്. ഈ സത്യം അറിഞ്ഞപ്പോഴാ. ഞാനും ഒരു മനുഷ്യനല്ലേ, എനിക്ക് താങ്ങാവുന്നതിലും ഒരു പരിധിയില്ലേ മോളെ. അങ്ങനെ പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ. അച്ഛൻ കരയുന്നത് കണ്ട് സഹിക്കാൻ പറ്റാതെ കൃഷ്ണമോളും അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ. സോറി അച്ഛ, എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നല്ലോ. അറിയാതെയാണെങ്കിലും അമ്മയുടെ കൂടെ നിന്ന് ഞാനും അച്ഛനെ വിഷമിപ്പിച്ചിട്ടുണ്ട്, അലീന ചേച്ചിനെയും വിഷമിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛ. ഇത് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ മോൾ വിഷമിക്കണ്ട, മോള് കുഞ്ഞല്ലേ, അതുകൊണ്ടാണ് ഞാനിതൊന്നും അറിയിക്കാതിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് അറിയിച്ചില്ലെങ്കിൽ നീയും അലീനയെ മറ്റുള്ളവരെ പോലെ വെറുക്കുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നിന്നോട് ഈ സത്യം ഞാൻ പറഞ്ഞത്. മോളിത് ആരോടും പറയരുത്, അലീനയോട് പോലും അറിഞ്ഞതായി ഭാവിക്കരുത്. അവൾക്കത് സഹിക്കാൻ പറ്റില്ല. ഈ രഹസ്യം ആരും അറിയരുതെന്നാണ് അവൾ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, ഇല്ലച്ചാ, ഞാനിത് ആരോടും പറയില്ല, അലീന ചേച്ചിയോട് പോലും അറിഞ്ഞതായി ഭാവിക്കില്ല. ഇനി ഞാൻ ഒരിക്കലും അലീന ചേച്ചിയെ വിഷമിപ്പിക്കില്ല. എന്തിനേതിനും അലീന ചേച്ചിയുടെ കൂടെ തന്നെ ഉണ്ടാവും. ആരൊക്കെ എതിർത്താലും ഞാനുണ്ടാവും അച്ഛൻ്റെയും അലീന ചേച്ചിയുടെയും കൂടെ. ഇത് കേൾക്കുമ്പോൾ ബാലേന്ദ്രന് സന്തോഷമാവാണ് കേട്ടോ. അത് മതി മോളെ, നീ ഈ അച്ഛനെ മനസ്സിലാക്കിയല്ലോ, അത് മതി അച്ഛന്. അങ്ങനെ അവർ രണ്ടുപേരും മുറിയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. മുറിയിലെത്തുമ്പോഴേക്കും അലീന ഉറങ്ങിയിട്ടുണ്ടാവും. ഇത് കാണുന്ന കൃഷ്ണമോള് അലീനയുടെ അടുത്ത് ചെന്ന് അലീനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ ബാലേന്ദ്രനും സന്തോഷമാവാണ്. ഈ സമയം മനു ആണെങ്കിൽ രേവതിക്കുട്ടിയെ വിളിക്കുന്നുണ്ട്. അലീന അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് രേവതിക്കുട്ടിയെ വിളിക്കുന്നത്. അപ്പം മനു ചോദിക്കുന്നുണ്ട്, രേവതിക്കുട്ടി, ഇത് ഞാനാ മനുശങ്കർ. ഞാൻ വിളിച്ചത് അലീന അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് അറിയാനാ. അപ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, അയ്യോ ചേച്ചി അവിടുന്ന് പോന്നോ? ഇവിടെ എത്തിയിട്ടില്ലല്ലോ. ഞങ്ങളിന്ന് അങ്ങോട്ട് വരാനിരുന്നതാ, പക്ഷേ അങ്കിളിന് പെട്ടെന്നൊരു വയറുവേദന, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. ചേച്ചിയോട് ഈ വിവരം വിളിച്ച് പറയാമെന്ന് വിചാരിച്ചപ്പോൾ ചേച്ചിനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. നേരെ എത്രയായിട്ടും ചേച്ചിയെ കാണാതായപ്പോൾ ഞാൻ വിചാരിച്ചു ചേച്ചി അവിടെ നിന്ന് പോന്നിട്ടില്ല എന്ന്. അപ്പോൾ ചേച്ചി എങ്ങോട്ടാണ് പോയത്? ഇത് കേൾക്കുമ്പോൾ മനു പറയുന്നുണ്ട്, രേവതിക്കുട്ടി പേടിക്കണ്ട, അലീന എങ്ങോട്ടാണ് പോയെന്ന് എനിക്കറിയില്ല. അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അങ്കിളിൻ്റെ കൂടെ ഉണ്ടാവും. എന്നാൽ ശരി, ഞാൻ എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കാം. അങ്ങനെ പറഞ്ഞ് മനു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. രേവതിക്കുട്ടിയെ ആശ്വസിപ്പിക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും മനുവിന് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. അലീന എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക? ഇനി അങ്കിളിൻ്റെ കൂടെ ഇല്ലെങ്കിലോ? അതൊക്കെയാണ് കേട്ടോ മനുവിൻ്റെ ചിന്തകൾ. മനു അങ്ങനെ ബാലേന്ദ്രനെ ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രനാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ബാലേന്ദ്രനെ വിളിച്ചിട്ട് കിട്ടാതായതോടുകൂടി മനുവിന് ടെൻഷൻ കൂടി കേട്ടോ. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ. അലീന എഴുന്നേറ്റ് നോക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ കൃഷ്ണമോള് കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടതും അലീനയ്ക്ക് സന്തോഷമായിട്ടോ. ഒരുപാട് നാൾക്ക് ശേഷമാണ് അലീനയ്ക്ക് കൃഷ്ണമോളെ ഇത്ര അടുത്ത് കിട്ടുന്നത്. അലീന കൃഷ്ണമോളുടെ മുടിയിലൊക്കെ തലോടി കൊടുക്കുന്നുണ്ട്. നല്ല ഉറക്കമാണ് കേട്ടോ കൃഷ്ണമോള്. ബാലേന്ദ്രനെ ആണെങ്കിൽ അവിടെ എങ്ങും കാണാനില്ല. ഈ നേരം ബാലേന്ദ്രൻ താഴെ ഗാർഡനിൽ നടക്കുന്നുണ്ടാവും കേട്ടോ. ആ സമയം ഫോൺ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കുന്നുണ്ട്. അതിൽ ഒരുപാട് മിസ്ഡ് കോൾസ് വന്നിട്ടുണ്ടാവും കേട്ടോ. വൈജയന്തിയുടെയും രോഹിത്തിൻ്റെയും രാജീവൻ്റെയും അതുപോലെ മനുവിൻ്റെയും മിസ്ഡ് കോൾസ് അതിലുണ്ട് കേട്ടോ. മനുവിൻ്റെ മിസ്ഡ് കോൾ കാണുമ്പോൾ ബാലേന്ദ്രൻ മനുവിനെ തിരിച്ച് വിളിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ്റെ കോൾ കണ്ടതും മനു ചാടി എടുക്കുന്നുണ്ട്. അങ്കിളെ, നിങ്ങളിത് എവിടെയാ? ഇന്നലെ തൊട്ട് വിളിക്കാൻ തുടങ്ങിയതാ ഞാൻ. ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്ന ബാക്കിയുള്ളവരാ ആദ്യം പിടിച്ച് ചാവുന്നേ. അലീന എവിടെയുള്ളത്? അങ്കിളിൻ്റെ കൂടെ ഉണ്ടോ? ഇത് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ ടെൻഷൻ ആകണ്ട മനു, അലീന എൻ്റെ കൂടെ തന്നെയുണ്ട്. ഞങ്ങളിവിടെ പാലായിൽ തന്നെ ഒരു റിസോർട്ടിലുണ്ട്.
എൻ്റെ കൂടെ കൃഷ്ണമോളും വന്നിട്ടുണ്ട്. അപ്പം മനു പറയുന്നുണ്ട്, എന്ത് പണി അങ്ങളെ നിങ്ങളൊക്കെ ഈ കാണിച്ചത്? എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? എനിക്കാണെങ്കിൽ ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. വളരെ വൈകിയാണ് ഞാൻ വീട്ടിലെത്തിയത്. അപ്പോഴാണ് ഞാൻ ഈ സംഭവങ്ങളൊക്കെ അറിയുന്നത്. അലീൻ എവിടെയാണെന്നറിയാതെ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. അങ്കിളും വീട് വിട്ടു പോയെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ അങ്കിളുടെ കൂടെ ഉണ്ടാവുമെന്ന്. അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഫോൺ ചെയ്തത്. അപ്പോഴല്ലേ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത്. അങ്കിളിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് പറ, ഞാൻ അങ്ങോട്ട് വരാം. ഇത് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ ഒറ്റയ്ക്ക് വരാനാണെങ്കിൽ മാത്രം ഞാൻ സ്ഥലം പറഞ്ഞുതരാം, മറ്റാരെയും കൂട്ടരുത്. ഇത് കേൾക്കുമ്പോൾ മനു പറയുന്നുണ്ട്, ഇല്ല അങ്ങളെ, ഞാൻ ഒറ്റയ്ക്കേ വരും. അങ്ങനെ ബാലേന്ദ്രൻ മനുവിന് സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രൻ പറഞ്ഞ സ്ഥലത്തേക്ക് മനു എത്തുന്നുണ്ട്. വാതിൽ തുറക്കുന്നത് അലീനയാണ് കേട്ടോ. അലീനെ കണ്ടതും മനുവിന് സമാധാനമായി. താനെന്താടോ എന്നോട് പറയാതെ പോയത്? അപ്പം അലീന പറയുന്നുണ്ട്, അത് പിന്നെ മനുവേട്ട, അവിടെ നടന്ന സംഭവങ്ങളൊക്കെ മനുവേട്ട അറിഞ്ഞു കാണുമല്ലോ. ഞാനായിട്ട് പോയതല്ല, അവരായിട്ട് എന്നെ പുറത്താക്കിയതാ. വിളിച്ചു പറയാനുള്ള അവസരമൊന്നും എനിക്ക് കിട്ടിയില്ല. പിന്നെ എൻ്റെ കയ്യിൽ ഫോണില്ലാന്ന് മനുവേട്ടനെ അറിയാലോ. അപ്പം മനു ചോദിക്കുന്നുണ്ട്, ഇവിടെ വന്നപ്പോഴെങ്കിലും അങ്കിളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി എന്നൊന്ന് വിളിച്ച് പറയായിരുന്നില്ലേ? നിന്നെ കാണാതെ ഞാൻ എത്രമാത്രം ടെൻഷൻ അടിച്ചു എന്നറിയോ? ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. രേവതിക്കുട്ടിയെ ഞാൻ വിളിച്ചിരുന്നു. അതോടെ അവിടെ എത്തിയിട്ടില്ലെന്ന് മനസ്സിലായി. അങ്കിളുടെ കൂടെ ഉണ്ടോയെന്നറിയാൻ വേണ്ടി വിളിച്ചപ്പോൾ അങ്കിളും ഫോൺ എടുക്കുന്നില്ല. എവിടെയാ പോയേ, എന്താ പറ്റിയെന്നറിയാതെ ഒരു ദിവസം മുഴുവൻ തീ തിന്നു ഞാൻ. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോഴേക്കും ബാലേന്ദ്രൻ വരുന്നുണ്ട് കേട്ടോ. ആ മനു, നീ എത്തിയോ? അപ്പം മനു പറയുന്നുണ്ട്, എന്തൊക്കെയാ അങ്കിളെ ഇവിടെ നടക്കുന്നേ? ഒരാളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ കുറേ പേര്, അത് കണ്ടതും വീട് വിട്ടിറങ്ങാൻ വേറൊരു കൂട്ടർ. ഇതിൻ്റെയൊക്കെ അവസാനം എന്താ? അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ വാക്കിന് വിലയില്ലാത്ത വീട്ടിൽ പിന്നെ ഞാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ മനു. ഞാൻ അവരോട് പറഞ്ഞിരുന്നു, അലീനയെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ആ നിമിഷം ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. എന്നിട്ടും അവരത് തന്നെ ചെയ്തു. അതിനുള്ള മറുപടി അത്. അപ്പം മനു പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ അങ്ങളെ? എത്ര നാളിവിടെ നിൽക്കാൻ പറ്റും? ഒരു ദിവസം വീട്ടിലേക്ക് തിരിച്ചു പോയല്ലേ പറ്റൂ. സത്യത്തിൽ എന്താ അങ്കിളിനും ആൻറ്റിക്കും ഇടയിലുള്ള പ്രശ്നം? അലീനയല്ലെന്ന് എനിക്കറിയാം. മറ്റെന്തോ ഒരു സീരിയസ് പ്രശ്നം നിങ്ങൾക്കിടയിലുണ്ട്. എന്നോട് പറ, എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ സഹായിക്കാം. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വേണ്ട മനു, എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. ഈ പ്രശ്നം എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അപ്പം മനു പറയുന്നുണ്ട്, ശരി, അങ്കിളുടെ ഇഷ്ടം. എന്നോട് പറഞ്ഞില്ലെങ്കിലും വേണ്ടില്ല. ഇനി എന്താ അങ്കിളുടെ ഭാവി പരിപാടി? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്നേക്കുമായി വീട് വിട്ട് ഇറങ്ങിയതല്ല ഞാൻ. അതെൻ്റെ വീടാ. ഞാൻ അവിടേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. അന്ന് എൻ്റെ കൂടെ അലീനയും ഉണ്ടാവും. പക്ഷേ അതൊരു ഹോം നേഴ്സായോ വേലക്കാരിയായിട്ടോ ആയിരിക്കില്ല. എൻ്റെ മകളായിട്ടായിരിക്കും, ഈ ബാലചന്ദ്രൻ്റെ മകൾ. ഇത് കേൾക്കുമ്പോൾ മനു പറയുന്നുണ്ട്, എനിക്കറിയാം അങ്കിൾ ഇവളെ ഒരു മോളെ പോലെ കാണുന്നതെന്ന്. പക്ഷേ അങ്കിൾ അലീനെ പറ്റി ചിന്തിക്കുന്നുണ്ടോ? അവൾ ആ വീട്ടിൽ സേഫാണോ? ഇന്നലെ അങ്കിൾ ആ വീട്ടിലുണ്ടായിട്ട് കൂടി അവരെല്ലാവരും കൂടി അലീനെ പിടിച്ച് പുറത്താക്കി. അങ്കിളിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം പിന്നെ അങ്കിൾ വീട്ടിലില്ലെങ്കിലോ? അവരെന്തൊക്കെ ചെയ്യും അലീനോട്? അങ്കിളിനെപ്പോഴും അലീനയ്ക്ക് കാവലിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. മാത്രമല്ല ഹരിക്കൊന്നും ഒന്നും ചെയ്യാൻ മടിയില്ലാത്തവനാ. രോഹിത്തും ആളത്ര മോശമൊന്നുമല്ല. വൈജാൻ്റിയും ഇവരുടെ കൂടെ കൂടിയാൽ പിന്നെ എന്ത് സംഭവിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അലീനെ ഇനി ആ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകണ്ട. അലീനയ്ക്ക് ഞാനിവിടെ എറണാകുളത്ത് ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. തൽക്കാലം ഒരു ഹോസ്റ്റലിലേക്ക് മാറ്റാം. പിന്നീട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആലോചിച്ച് ചെയ്യാം. ഇത് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല മനു, അലീന എങ്ങോട്ടും വരുന്നില്ല. അലീന എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അവൾ ആ വീട്ടിൽ കഴിയേണ്ടവളാ, എൻ്റെ മക്കളുടെ ഒപ്പം, അവരിലൊരാളായിട്ട്. അവളെ ഞാൻ എങ്ങോട്ടും വിടുന്നെന്ന് വിചാരിക്കേണ്ട. അപ്പം മനു പറയുന്നുണ്ട്, അങ്കിളിനോടിപ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അലീനയുടെ തീരുമാനം എന്താ? ഇതന്നെയാണോ? അപ്പം അലീന പറയുന്നുണ്ട്, ബാലേന്ദ്രൻ സാർ എന്താണോ പറയുന്നത് അത് തന്നെയാണ് എൻ്റെയും തീരുമാനം. സാറ് പറയാതെ ഞാൻ ആ വീട്ടിൽ നിന്ന് പോരില്ല. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആൾ സാറ് തന്നെയാണ്. ഇത് കേൾക്കുമ്പോൾ മനുവിന് ചെറുതായിട്ടൊരു വിഷമമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം മനു പറയുന്നുണ്ട്, അതെന്താ? അപ്പോൾ എനിക്ക് നിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനുള്ള അവകാശമില്ലേ? ഇത് കേൾക്കുമ്പോൾ അലീന ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോഴേക്കും
കുളി കഴിഞ്ഞ് കൃഷ്ണമോൾ അവിടേക്ക് വരുന്നുണ്ട്. മനുവിനെ കണ്ടതും കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, മനുവേട്ടാ എപ്പോൾ എത്തി? അപ്പം മനു പറയുന്നുണ്ട്, കുറച്ചു നേരമായി. നിനക്ക് സ്കൂളിലൊന്നും പോകണ്ടേ? അച്ഛൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങി നടന്നാൽ മതിയോ? അപ്പം കൃഷ്ണമോൾ പറയുന്നുണ്ട്, സ്കൂളിൽ കുറച്ച് ദിവസം ലീവായെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എപ്പോഴാണോ അച്ഛൻ തിരിച്ചു പോകുന്നത് അപ്പോഴേ ഞാനും പോകുന്നുള്ളൂ. അല്ല അച്ഛാ. ഇത് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ട്, ഇക്കാര്യത്തിൽ 3 പേരും ഒറ്റക്കെട്ടാണല്ലേ? എന്നാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ, ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ ഇത്രയാണ് കേട്ടോ നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്